ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ട 5 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. നിങ്ങൾ ഉപയോഗിക്കുന്ന ക്രെഡിറ്റ് കാർഡ് ഏതും ആയിക്കൊള്ളട്ടെ, അതിൻ്റെ ബില്ല് ജനറേറ്റ് ചെയ്യുന്ന ഡേറ്റ് ഏതാണെന്നുള്ളത് കൃത്യമായി ഓർത്ത് വെക്കുക. അതേസമയം ബില്ല് ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പേയ്മെൻറ്റ് അടയ്ക്കേണ്ട ഡ്യൂ ഡേറ്റ് എന്നാണ് എന്നുള്ളതും വളരെ കൃത്യമായിട്ട് ഓർത്ത് വെച്ച് ആ ഡ്യൂ ഡേറ്റിനുള്ളിൽ തന്നെ പേയ്മെൻറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ബില്ലിൻ്റെ ഡ്യൂ ഡേറ്റിൽ നിങ്ങൾ മിനിമം പേയ്മെൻറ്റ് അടച്ച് സ്കിപ്പ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് അവോയ്ഡ് ചെയ്യുക. കാരണം ഇത് നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോറിനെ ദോഷകരമായി ബാധിക്കും. അതേപോലെ തന്നെ ടോട്ടൽ ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ടിൽ ഇൻട്രസ്റ്റ് റേറ്റ് കുമിഞ്ഞു കൂടുകയും ചെയ്യും. പുതിയ ക്രെഡിറ്റ് കാർഡ് കിട്ടിയിട്ട് ആക്ടിവേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും അത് ആക്ടിവേറ്റ് ചെയ്യുക. കാരണം മിക്ക ബാങ്കുകളും സൈനപ്പ് ബോണസുകൾ നല്ല രീതിയിൽ കൊടുക്കാറുണ്ട്. ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് നടത്തുന്ന ഓരോ ട്രാൻസാക്ഷനും നിങ്ങൾക്ക് റിവാർഡ് പോയിന്റുകൾ ലഭിക്കുന്നുണ്ടാകും. ഈ റിവാർഡ് പോയിന്റുകൾ എല്ലാ 2 വർഷം കൂടുമ്പോഴും ലാപ്സ് ആയി പോകും, എക്സ്പയർ ആയി പോകും. സോ അതിന് മുമ്പ് തന്നെ റിവാർഡ് പോയിന്റുകൾ കൺവേർട്ട് ചെയ്ത് ബെനിഫിറ്റ് ആയിട്ട് മാറ്റുക. പല ബിൽ പേയ്മെൻറ്റുകളും ക്രെഡിറ്റ് കാർഡിൽ സ്റ്റാൻഡിംഗ് ഇൻസ്ട്രക്ഷൻ ആയിട്ട് പോകുന്നുണ്ടാവും, അതായത് ഓട്ടോ പേ ആയിട്ട് ഡെബിറ്റ് ചെയ്ത് പോകുന്നുണ്ടാവും. ഇത്തരത്തിലുള്ള ട്രാൻസാക്ഷൻസ് ഏതൊക്കെയാണെന്നുള്ളത് കൃത്യമായി നോട്ട് ചെയ്ത് വെക്കുക. ഇല്ലെങ്കിൽ ഇത് നിങ്ങൾക്ക് കൂടുതൽ ചിലവുകൾ ഉണ്ടാക്കും.